സാജൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു കീഴ്മേൽ മറിച്ചിലാണ് എന്നൊരു നിരീക്ഷണം ഞങ്ങൾ ചർച്ചയ്ക്ക് ആമുഖമായി തന്നെ പറഞ്ഞിരുന്നു. അതായത് 1980കളുടെ മധ്യത്തിൽ തുടങ്ങിയ അയോധ്യ പ്രസ്ഥാനം, അതാണിപ്പോൾ കുഞ്ഞിക്കണ്ണൻ പരാമർശിച്ചത്. രാമൻ എന്ന് പറയുന്ന ദേവനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി. ആ രാമനെ വർഗീയതയ്ക്ക് വേണ്ടി, മതസ്പർദ്ധയ്ക്ക് വേണ്ടി, കലാപങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതും കഴിഞ്ഞ് അതേ രാമനെ മുൻനിർത്തി ഇപ്പോൾ കൊള്ള നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് 80കളുടെ മധ്യം മുതൽ കണ്ട ആ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യക്ക് ഇത് തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ്, വീണ്ടും വിലയിരുത്താനുള്ള ഒരു സമയമാണ്. അങ്ങനെ ഈ കൊള്ള കണ്ടെത്തലും, ബാബറി മസ്ജിദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൊള്ള കണ്ടെത്തലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് എന്ന നിരീക്ഷണത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതെ, വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ നടമാടുന്നത് പലരും വിശ്വാസികളല്ല, വിഷ ജന്തുക്കളാണ് എന്ന ഒരു പരാമർശത്തിന് പ്രസക്തിയുണ്ടോ? അതെ, NBC ഞാൻ നേരത്തെ പറഞ്ഞു നടത്തിയത് അവിടെ അതാണ് കാര്യം. ഇതിപ്പോൾ നമുക്കറിയാം, ഈ 1980കളിൽ ടെലിവിഷനിൽ രാമായണം സീരിയലും മഹാഭാരതവും ഒക്കെ സംപ്രേഷണം ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിലെ കഥാപാത്രങ്ങൾ തന്നെ പിന്നീട് BJPയുടെയൊക്കെ MPമാരായിട്ട് വരികയും അതിൻ്റെ തുടർച്ചയായിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലവും അതിനെ തുടർന്ന് രാമജന്മഭൂമി പ്രസ്ഥാനവും രഥയാത്രകളും അതിനെ തുടർന്ന് BJPയുടെ വളർച്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു സൃഷ്ടി എന്ന പരിണത ഫലം എന്ന രീതിയിലാണ് രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് പോയത്. ഇപ്പോൾ ഇത് കീഴ്മേൽ മറിച്ചിൽ എന്നുള്ള ആ ഒരു നിരീക്ഷണം തീർച്ചയായും ശരിയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വിശ്വാസികളുടെ വികാരം ചൂഷണം ചെയ്താണ് BJP അവരുടെ രാഷ്ട്രീയ ആരോഹണം നടത്തിയത്. ഇത് പക്ഷേ അവരുടെ മുഴുവൻ വിശ്വാസങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്ന ഈ കൊള്ള. ഇത് കേവലം ഏതാനും ജീവനക്കാരോ താഴെ തട്ടിലുള്ള ആളുകളോ നടത്തിയതൊന്നുമല്ല. നമുക്ക് രാമക്ഷേത്രം കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഈച്ച കടക്കാത്ത സുരക്ഷ എന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ഇന്ത്യ മുഴുവൻ ആയിരക്കണക്കിന് സൈനികരെയാണ് ആ മേഖലയിൽ നിയോഗിച്ചിട്ടുള്ളത്, സുരക്ഷാ സേനയെല്ലാം. അവിടുന്ന് ഈ ജീവനക്കാർക്ക് ഈ ഇത്രയും കറൻസിയും സ്വർണവും വെള്ളിയും അടക്കമുള്ള സാമഗ്രികൾ പുറത്തു കൊണ്ടുപോകാൻ ഇടയായത് എങ്ങനെയാണെന്നുള്ളത് അത് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ട്രസ്റ്റ് അംഗങ്ങൾക്കൊന്നും പങ്കില്ല, വളരെ സാത്വികരായ ആത്മീയ പുരുഷന്മാരാണ് ട്രസ്റ്റിലുള്ളത് എന്നൊക്കെയുള്ള വാദമൊന്നും വില പോകുന്നതല്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, BJP അവരുടെ ഏറ്റവും വലിയ ഒരു നേട്ടമായി അവകാശപ്പെട്ടതാണ് രാമജന്മക്ഷേത്രവും ഇതിൻ്റെ ട്രസ്റ്റും ഇതിൻ്റെ രൂപീകരണവും എല്ലാം. പ്രധാനമന്ത്രി എന്നെ നേരിട്ട് തിരഞ്ഞു പിടിച്ചാണ് ആളുകളെ നിയമിച്ചത്. അപ്പോൾ അവരൊക്കെ തീരെ ഇങ്ങനെ ഈ ജീവനക്കാരെ നിയന്ത്രിക്കാനോ അവരെ നിരീക്ഷിക്കാനോ കഴിവില്ലാത്ത ആളുകളാണെന്ന് പറയുന്നത് സ്വയം പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഒരു വശം. രണ്ടാമത്, ഈ വളരെ കാലമായി നടന്ന ഒരു സംഭവമാണ് ഇത്. ഈ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണനെല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന, ഞാനും നേരത്തെ പറഞ്ഞിരുന്നു, വളരെ ദരിദ്രരായ ചെറുപ്പക്കാരാണ് പെട്ടെന്ന് സമ്പന്നരായത്. ഇതൊന്നും ആരും കാണുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് ഇത് RSSൻ്റെ എന്ന് മാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ ബദരീനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിലെ കൊള്ളയെപ്പറ്റി ആരോപണം വരികയും അതിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചൂഷണം ചെയ്യാനും അവരെ വഞ്ചിക്കാനുമുള്ള ഒരു അവസരമായി കരുതുന്ന ആ ഒരു പ്രവണത, അത് തീർച്ചയായും ഇതെല്ലാം സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ട ശക്തികൾ തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായ സംഘപരിവാറിനും RSSനും ഇത് രാഷ്ട്രീയമായി വളരെ അവരുടെ ഒരു പടിയിറക്കത്തിൻ്റെ ഘട്ടം തന്നെയാണെന്നുള്ളതിന് തെളിവില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നീറ്റ് പരീക്ഷാ ചോർച്ച, രാജ്യമെങ്ങാടും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മറ്റ് മൊത്തത്തിലുണ്ടായ ഈ നമ്മുടെ ഇന്ധനങ്ങളുടെ മേഖലയിലെ പ്രതിസന്ധി, ഇങ്ങനെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഇന്ന് മാത്രമല്ല, 2024 BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് കർഷക പ്രക്ഷോഭത്തെ തുടർന്നുള്ള സാഹചര്യമാണെന്ന് നമുക്കറിയാം. രാജ്യത്തെ കർഷകരും തൊഴിലാളികളും എല്ലാം വലിയ പ്രക്ഷോഭത്തിലാണ്. തൊഴിൽ കോഡുകൾ വന്നതിൻ്റെ ഫലമായി തൊഴിൽ മേഖലയിൽ ഈ തൊഴിൽ കോഡുകൾ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കമ്പനികളിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുകയാണ്. അപ്പോൾ ഇതെല്ലാം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ഒരുപാട് കാരണമുണ്ട്. അവർക്ക് ഈ രാമക്ഷേത്രത്തിലെ കൊള്ള മാത്രം പറഞ്ഞ് നരേന്ദ്രമോദിയെ മോശക്കാരനാക്കാൻ ഒരു കാര്യവുമില്ല. രാജ്യത്തെ എല്ലാ സാഹചര്യവും BJP സർക്കാരിൻ്റെ എല്ലാ നയങ്ങളുടെയും
തകർച്ചയാണ് എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഉപരി വൈകാരികമായ BJPക്ക് നൽകിയ ഒരു മേൽക്കൈയാണ് രാമക്ഷേത്രവും അവരുടെ ഈ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ഠൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാശി മധുര കാശി ഭാഗ്യ ഹേ എന്നുള്ള അവരുടെ ആ മുദ്രാവാക്യമെല്ലാം. അപ്പോൾ ഈ ഒരു BJPയുടെ മുന്നേറ്റത്തെ എന്തായാലും ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ ചോദ്യം ചെയ്യുന്നുള്ള കാര്യം ശരിയാണ്. അവർ ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ നിഷ്കളങ്കരാണ്. നമുക്കറിയാം ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ നിഷ്കളങ്കരാണ്. അവരുടെ ഈ നിഷ്കളങ്കതയും അവരുടെ വിശ്വാസവും ചൂഷണം ചെയ്താണ്. പണ്ട് കോൺഗ്രസ് ചൂഷണം ചെയ്തിരുന്നു, അത് വളരെ വാസ്തവമാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി എല്ലാം ഇത് ചൂഷണം ചെയ്താണ് കോൺഗ്രസിനെ അവരുടെ ജനവിരുദ്ധ നയങ്ങൾ മറച്ചു വെച്ച് അവർ അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അത് പിന്നീട് ടീം എയും ടീം ബിയും തമ്മിലുള്ള തർക്കത്തിൽ ഒറിജിനലിനേക്കാളും ഡ്യൂപ്ലിക്കേറ്റിനേക്കാളും നല്ല ഒറിജിനലാണെന്നുള്ളൊരു സാഹചര്യത്തിൽ BJP ഇത് തട്ടിയെടുത്ത് BJP അവരുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും ഈ BJPയുടെ രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഈ വിഷയം തന്നെ സമാജ്വാദി പാർട്ടിയാണ് ആദ്യമേ ഈ വാർത്തകൾ വന്നപ്പോൾ സമാജ്വാദി പാർട്ടിയാണ് ആദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഇവർ നിഷേധാത്മക നിലപാടാണ് ഉണ്ടായത്. പക്ഷേ BJPയിലെ ഒരു നേതാക്കളും ഒക്കെ രംഗത്ത് വരികയും ഇത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഹിന്ദി മാധ്യമങ്ങളിലടക്കം നിരന്തരം വാർത്ത വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത് അന്വേഷണത്തിന് നിർബന്ധിതരായത്. അതുകൊണ്ട് ഇത് BJPയുടെ RSSൻ്റെയും പടിയിറക്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണെന്നുള്ള ആ നിരീക്ഷണത്തിൽ ഒരു തെറ്റുമില്ല.